സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളിൽ യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ നിയമനം കർശനമായി തടയണമെന്ന് വിസിമാർക്ക് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശം. യുജിസി ചട്ടമനുസരിച്ച് യോഗ്യതയുള്ളവരെ മാത്രമേ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും അഫിലിയേറ്റഡ് സ്വാശ്രയ കോളേജുകളിലും അധ്യാപകരായി നിയമിക്കാൻ പാടുള്ളൂവെന്ന കർശന നിർദ്ദേശമാണ് ഗവർണർ സർവകലാശാല വിസിമാർക്ക് നൽകിയത്. ഇതു സംബന്ധിച്ച നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന് എല്ലാ സർവകലാശാലകൾക്കും അയച്ചു. യുജിസി ചട്ടപ്രകാരം അധ്യാപകർക്ക് നെറ്റ് അല്ലെങ്കിൽ PhD ആണ് മിനിമം യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ സ്വാശ്രയ കോളേജുകളിലും എയ്ഡഡ് കോളേജുകൾ നടത്തുന്ന സ്വാശ്രയ കോഴ്സ് അധ്യാപക നിയമനങ്ങൾക്കും യുജിസി യോഗ്യത നിലവിൽ പാലിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ ഇടപെടൽ. യോഗ്യതയില്ലാത്ത ഒരധ്യാപിക മൂല്യനിർണ്ണയം നടത്തിയതിനെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി പരാജയപ്പെട്ടത് സംബന്ധിച്ച പരാതി സർവകലാശാല ചട്ടപ്രകാരം ഗവർണർ നേരിട്ട് ഹിയറിംഗ് നടത്തിയപ്പോഴാണ് യോഗ്യതയില്ലാത്ത അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം നടത്തിയെന്നത് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് എല്ലാ സർവകലാശാലകൾക്കും യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കുവാൻ നിർദ്ദേശം നൽകിയത്. അധ്യാപകരുടെ പേരും യോഗ്യതകളും കോളേജുകളുടെ പോർട്ടലുകളിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വാശ്രയ കോളേജുകളിലെ പകുതിയിലധികം അധ്യാപകരും യുജിസി നിഷ്കർഷിക്കുന്ന യോഗ്യതകളിൽ കുറവുള്ളവരാണ്. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ നിശ്ചിത യോഗ്യതയില്ലാത്ത അധ്യാപകരും ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട്. സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സെന്ററുകളിലും യോഗ്യതയില്ലാത്ത അധ്യാപകരുണ്ട്. വിവരാവകാശ രേഖ പ്രകാരം പുറത്തുവന്ന രേഖയനുസരിച്ച് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ സർവകലാശാലകളിലും പുനർമൂല്യനിർണ്ണയത്തിൽ വിജയിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് യോഗ്യതയില്ലാത്തവർ മൂല്യനിർണ്ണയം നടത്തുന്നതുകൊണ്ടാണെന്ന ആക്ഷേപം വ്യാപകമാണ്. അതേസമയം സ്വാശ്രയാധ്യാപകരെ ഒഴിവാക്കി ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത് പരീക്ഷാഫല പ്രസിദ്ധീകരണം വൈകാനിടയാകും. ഗവർണറുടെ നിർദ്ദേശം ഉടനടി നടപ്പാക്കിയാൽ വലിയൊരു വിഭാഗം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടാൻ കാരണമാകും. യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കുമ്പോൾ ഉയർന്ന ശമ്പളം നൽകേണ്ടി വരുന്നത് പല സ്വാശ്രയ കോളേജുകളുടെയും പ്രവർത്തനത്തെ ബാധിക്കും.